ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണത് മുഖത്തിലെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറി കിട്ടാനും അതുമാത്രമല്ല ചുളിവ് കണ്ടല്ലോ, ചുളിവൊക്കെ നല്ലവണ്ണം കുറയാനും പറ്റും. നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. നിറം വയ്ക്കാനും സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ്. വേറെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ഒരു മൂന്നേ കൂട്ടങ്ങൾ മാത്രം മതി. അതിലിപ്പോൾ രണ്ടെണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താണെന്ന്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്ത് എൻ്റെ ചക്കര ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വേഗം തന്നെ പോയേക്കാം. അപ്പോൾ ഒരുപാട് സൂത്രങ്ങളൊന്നും വേണ്ട കേട്ടോ. മൂന്ന് സൂത്രങ്ങൾ മതിയേ. അതിലൊന്നാമത്തെ സൂത്രമാണ് കറ്റാർ വാഴ. കറ്റാർ വാഴ നന്നായിട്ട് കഴുകി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിനിങ്ങാന്നും കണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഇവിടെ കറ്റാർ വാഴ തീർന്നു പറഞ്ഞായിരുന്നല്ലേ. ഇന്നലെ എനിക്ക് ചേട്ടായി കറ്റാർ വാഴ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല വൃത്തി കഴുകി എടുത്ത് ഫ്രിഡ്ജിനകത്ത് കൂടിനകത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം, ചെറുതല്ല അത്യാവശ്യം വലുതാണല്ലേ, ഇങ്ങനെ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. കറ്റാർ വാഴ അടിപൊളി സാധനം തന്നെയാണ്. നമ്മുടെ ചുളിവുകളുണ്ടല്ലോ, ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയാൻ പറ്റും നല്ല സൂപ്പർ ഒരു സാധനം ഈ കറ്റാർ വാഴയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പം ഞാനിപ്പോൾ ഒരുപാട് പാക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇടാൻ മടിയാണെങ്കിൽ ഇടണ്ടെന്നേ. ഈ കറ്റാർ വാഴ മാത്രം നല്ല വൃത്തി കഴുകിയിട്ട് ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളറില്ല അതൊക്കെ നല്ല വൃത്തി കളയണം കേട്ടോ. നല്ല വൃത്തി കളഞ്ഞിട്ട് നല്ല ക്ലിയർ ആയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ സംഭവം ഇങ്ങനെ ഈ ഫസ്റ്റത്തെ ലെയർ അങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ നീരുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് മാത്രം തേക്കുക. മുഖത്ത്, കഴുത്തിൽ, കൈകളിൽ ഒക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അത് നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാണെങ്കിൽ കഴുകിക്കളയാം. ഇല്ലെങ്കിൽ വേണ്ട, കഴുകിക്കളയണ്ട. നമുക്ക് രാത്രിയിൽ കിടക്കാൻ നേരത്തെ മുഖം നല്ല വൃത്തി കഴുകിയിട്ട് ഈ കറ്റാർവാഴ, ഈ ഫ്രഷിൽ കറ്റാർവാഴ എടുത്തിട്ട് നമ്മുടെ മുഖത്തൊക്കെ നല്ലവണ്ണം അങ്ങ് തേച്ച്, മുഖത്തും കഴുത്തിലൊക്കെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ തന്നെ ഉറങ്ങിക്കോളൂ കേട്ടോ. പിറ്റേ ദിവസം നല്ല വെള്ളത്തിൽ അങ്ങ് കഴുകി കളഞ്ഞ് നോക്കിയാൽ നിങ്ങളുടെ മുഖം നല്ല അടിപൊളിയും നല്ല സൂപ്പറാവും കേട്ടോ. നമ്മുടെ മുഖത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പാടുകൾ, കരുവാളിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം കറ്റാർവാഴയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഇല്ലെങ്കിൽ നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നലെ ചേട്ടൻ എനിക്ക് മേടിച്ചത് അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചണമെന്നാണ് ഞാൻ പറഞ്ഞ് മേടിപ്പിച്ചത്. എനിക്ക് കറ്റാർവാഴ വേണം. അപ്പോൾ നമുക്ക് കറ്റാർവാഴ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ മുടി വളരാനും അടിപൊളിയാണ്. ഒരുപാട് ആളുകാർക്ക് പ്രശ്നമുള്ളൊരു കാര്യമാണ് നെറ്റി കയറലല്ലേ. ഈ നെറ്റി കയറുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം നെറ്റ് കയറാൻ കുറയാൻ പറ്റിയ ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് കറ്റാർവാഴയും കുറച്ച് ചുമന്നുള്ളി എടുക്കുക, ഒരു ചെറിയ കഷ്ണം കറ്റാർവാഴ എടുക്കുക, മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചിട്ട് അതിന് നീര് പിഴിഞ്ഞെടുത്ത് നമ്മുടെ ഈ എന്താ പറയുക, അതായത് നെറ്റിയിൽ കുഞ്ഞു മുടികളൊക്കെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു മുടികളൊക്കെ നല്ലവണ്ണം വളരും. വേറെ ഒരു കാര്യമാണ്, നമുക്ക് പിരികം കട്ടിയില്ല, അങ്ങനെ പ്രശ്നമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. 2-3 പേരോട് അങ്ങനെ പറഞ്ഞായിരുന്നു പിരികം കട്ടി വരാൻ എന്താ ചെയ്യേണ്ടത്. ഞാൻ സാധാരണ എൻ്റെ കറ്റാർവാഴയല്ല ആവണക്കെണ്ണയാണ് തേച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കറ്റാർവാഴ കിട്ടിയത് കൊണ്ട് ഞാനിപ്പം ഇന്നലെ തൊട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്ത്. ഇന്ന് രാവിലെ തേച്ചായിരുന്നു കറ്റാർവാഴ എടുത്തിട്ട് ജസ്റ്റ് മുഖത്തൊക്കെ തേച്ച് കൊടുത്തായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പിരികത്തും കൂടെ അങ്ങനെ തേച്ച് കൊടുക്കും കേട്ടോ. പിരികൊക്കെ നല്ല കട്ടിയിൽ വളരാനും നല്ലതാണ്. പിന്നെ ഇവിടെയൊക്കെ മുടി വളരാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അതായത് എന്നെ പോലെ ഇവിടെ സൈഡിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സംഭവം അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കുകയൊക്കെ ആണെങ്കിലോ നമ്മുടെ മുടിയൊക്കെ നല്ലോണം വളരുന്നേ, ഒരു പ്രശ്നമില്ല. നമ്മുടെ മുഖത്തിന് മാത്രമല്ല നമ്മുടെ മുടിക്കും നല്ല അടിപൊളി സാധനം തന്നെയാണ് കറ്റാർവാഴ കേട്ടോ. അപ്പോൾ കറ്റാർവാഴയെക്കുറിച്ച് ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ അറിയാത്ത നമ്മുടെ കുഞ്ഞു കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോന്നേ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. പിന്നെ നമ്മൾ കറ്റാർവാഴയുടെ കൂടെ എടുക്കുന്ന സാധനമാണ് ചെറുനാരങ്ങ കേട്ടോ. ചെറുനാരങ്ങ കുറച്ച് മതിയേ. അപ്പോൾ മുഖത്ത് തേക്കുന്നതുകൊണ്ട് ഒരുപാട് ചെറുനാരങ്ങ നീരൊന്നും ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ചെറുനാരങ്ങ വേണം. പിന്നെ വേണ്ടത് തേനാണ് കേട്ടോ.
തേന് ഞാൻ കാണിക്കാൻ എനിക്ക് മടിയാണ്, തീരാറായിരിക്കുകയാണ്. അപ്പോൾ തേനും കൂടെ വേണം. അപ്പോൾ തേന്, കറ്റാർവാഴ, ചെറുനാരങ്ങ, ഈ 3 സാധനം നമ്മുടെ ചുളിവുകൾ മാറാനും പിന്നെ കരിവാളിപ്പ് മാറാനും മുഖം നിറം വയ്ക്കാനും ഒക്കെ നല്ല സാധനം. ഈ ഒരുപാട് മുഖ സൗന്ദര്യത്തിന്, മുഖത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധം പരിഹാരത്തിന് നമുക്ക് കറ്റാർവാഴ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പം ഞാനിതാ കറ്റാർവാഴ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ചെറിയൊരു കഷ്ണം മതിയേ. അപ്പോൾ ഭയങ്കര പിശുക്കത്തരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. ഇതാ ഏറ്റവും ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതാ 2ആയിട്ട് അങ്ങ് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കളയാൻ പാടില്ല, നമുക്ക് മുഖത്ത് ചുമ്മാ അങ്ങ് ജസ്റ്റ് നമുക്കങ്ങ് തേച്ച് കൊടുക്കാവേ. കണ്ണിൽ ജസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു, കണ്ണിങ്ങനെ ചിമ്മിയത്, കണ്ണിലും കൊണ്ടായിരുന്നു കേട്ടോ. ഇതാ സ്ക്രബ് പോലെ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കളയേണ്ട കാര്യമില്ല കേട്ടോ, അതന്നെ അങ്ങനെ ചെയ്യുന്നതാണേ. കണ്ടത് കവിളിലങ്ങ് തേച്ചപ്പോഴത്തേക്കും തീർന്നു, കണ്ടില്ലേ? അത് പോട്ടെ, നമുക്ക് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയില്ല വന്നേക്കാണ്, നമുക്ക് പാക്ക് ഉണ്ടാക്കാവേ. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കറ്റാർവാഴ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്കിൻ്റെ നീര് കിട്ടണമല്ലോ. ഈ ചെറിയൊരു കഷ്ണമൊന്നും മിക്സിയുടെ ജാറിലൊന്നും നമുക്ക് അരിക്കാനൊന്നും പറ്റില്ലെന്നേ. അപ്പോൾ ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ? കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്ര മതി, ഒരുപാടൊന്നും വേണ്ട. ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതിയേ, അത് മതി കേട്ടോ, ഇത് മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. എല്ലാം കുറേശ്ശെ മതിയേ. തേന് വീഴാൻ ഭയങ്കര മടിയാണല്ലോ. ഇത് മതി. അപ്പം തേന്, കറ്റാർവാഴ ജെല്ല്, കുറച്ച് ചെറുനാരങ്ങ, ഇത്ര മതി നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കാനും എല്ലാത്തിനും. ഈ ഒരു സംഭവം മതി കേട്ടോ. ഇനി ഇത് മിക്സിംഗ് ആണ് പ്രശ്നം. നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇത്തിരി നേരം എടുക്കും കേട്ടോ. കണ്ടില്ലേ ജെല്ല്? അപ്പോൾ ഇച്ചിരി നേരം എടുക്കും, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ മുഖത്തുള്ള പാടുകളും കലകളും നമ്മുടെ നിറമൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ ഇച്ചിരി നേരം എടുത്താൽ എന്താ പ്രശ്നമല്ലേ? നമ്മളതിനൊക്കെ സമയം കണ്ടെത്തുന്നേ. നമുക്ക് ഇച്ചിരി നിറം വെക്കണം, മുഖത്തിലെ പാടൊക്കെ മാറണം, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹമുള്ളപ്പം നമ്മൾ ഇത്തിരി സമയം അങ്ങ് കണ്ടെത്തിയിരിക്കും. എന്നെപ്പോലെ കണ്ടില്ലേ? മിക്സ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ആ ജെല്ലൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി. കണ്ടോ? ഇപ്പോൾ വെള്ളം പോലെ ആയില്ലേ? ഇത് നല്ലതാണ്. ഇത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് അബ്സോർബ് ആകും. പിന്നെ തേക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ജെല്ലൊക്കെ മാറി ഇതാ വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഏത് പാക്കാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു 2-3 മിനിറ്റൊക്കെ നമ്മൾ റെസ്റ്റിന് വെച്ചതിന് ശേഷം നമ്മുടെ മുഖത്തൊക്കെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. 2-3 മിനിറ്റൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മുഖത്ത് തേച്ചെടുക്കാം. അപ്പോൾ ഞാൻ കറ്റാർവാഴയുടെ ജെല്ലില്ലായിരുന്നു, അത് തേച്ചെടുത്തപ്പോഴേക്ക് മുഖം നന്നായിട്ട് അങ്ങ് അബ്സോർവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇന്ന് കാണാത്ത ഡ്രസ്സാണല്ലോ. എന്നാലും ഞാൻ ആശുപത്രി പോയിട്ടുണ്ടായിരുന്നേ, അമ്മേനെയും കൊണ്ടുവന്ന് ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു. പോയി വന്നിട്ട് ഒരു മണിക്കൂർ ശേഷമാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങ് വീഡിയോ എടുത്തേക്കണം. അപ്പോൾ ആശുപത്രി പോയതില്ലേ, ഡ്രസ്സൊക്കെ കഴുകണമല്ലോ. അപ്പോൾ വിചാരിച്ച് ഇതൊക്കെ എടുത്തിട്ട് ഇനി ഡ്രസ്സൊക്കെ അങ്ങ് കഴുകിയിട്ടേക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ വീഡിയോ എടുക്കണത്. അപ്പം ഒരു 10:30 ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കാനുള്ള സജ്ജീകരണങ്ങളൊന്നും ആക്കി വെക്കുമായിരുന്നു കേട്ടോ. അന്നേരമാണ് അമ്മേനെ പൂച്ച കടിച്ചത്.
അമ്മ കണ്ടില്ലായിരുന്നു കേട്ടോ. അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു മുറ്റത്തൂടെ. നേരം പൂച്ചയുടെ വാലിലാണോ കാലിലാണോ അമ്മ ചവിട്ടി. പൂച്ച ഒറ്റക്കട്ടി അതിൻ്റെ കഴിച്ചിട്ട് മുറിഞ്ഞായിരുന്നു. അന്നേരം തന്നെ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നു. ഇനി നാളെ കഴിഞ്ഞ് പോകണം. അത് കഴിഞ്ഞ് 7ാമത്തെ ദിവസം പോകണം. അത് കഴിഞ്ഞ് 28ാമത്തെ ദിവസവും പോകണം കേട്ടോ. അപ്പം 4 നേരം ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അമ്മ കിടന്നുറങ്ങുകയാണ്. ഉണ്ണീസ് അവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ആശാന TV കണ്ടങ്ങ് ഇരിക്കുകയാണ്. അച്ഛൻ ചോറൂണൊക്കെ കഴിഞ്ഞ് അച്ഛനും ഉറങ്ങിക്കാണും. ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് എന്താ ഐസ്ക്രീം കഴിച്ചിട്ട് വിശപ്പ് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞാനിതാ പാക്കൊക്കെ ഇടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇടുമ്പോൾ അനുസരിച്ച് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒരു മസാജ് പോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളേ. നല്ല സൂപ്പറാട്ടോ. നമ്മുടെ പാടുകളും കലകളും ചുളിവുകളും എല്ലാം മാറും. ഒരു വണ്ടി വരുന്നുണ്ടേ. വണ്ടി പോയിട്ട് ഞാൻ വീഡിയോ ഓണാക്കാം കേട്ടോ. അത് വണ്ടിക്കാരൻ്റെ ഭയങ്കര സൗണ്ടാണ്. അതാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തത്. അതപ്പോൾ ഞാനിതാ ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് നമ്മുടെ പാക്ക് ഇങ്ങനെ പിടിപ്പിക്കാൻ കേട്ടോ. നമുക്കിത് ദിവസം തേക്കാം. ചെറുനാരങ്ങ മിക്സ് ചെയ്യാതിരുന്നാൽ മതി. ചെറുനാരങ്ങ 1-2 തുള്ളി ചേർത്താൽ കുഴപ്പമില്ല. ഒരുപാട് അങ്ങ് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ദിവസം നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മുഖം നല്ല തിളക്കം ഉണ്ടാവും. പാടുകളും കലകളും കരുവാളിപ്പും ഒക്കെ മാറിക്കോളൂ കേട്ടോ. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണേ. ഈ കൂടെ പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർ വീഡിയോ സ്കിപ്പ് ചെയ്യും. ഇപ്പം ഞാൻ പറയുന്നത് പലതും കേൾക്കില്ല. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും. അതിന് നല്ലതാണോ ഇത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നോക്കിയിട്ട് ഞാൻ തേച്ചത് നോക്കി മുഖവും കഴുത്തും ഇപ്പം തന്നെ നോക്കി ഒരു പ്രത്യേക ഒരു വ്യത്യാസം പോലെ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു കഴുത്ത് ഇരുണ്ട് കളറും മുഖം നോക്കിക്കേ വേറൊരു കളറും. എൻ്റെ മുഖത്ത് പ്രത്യേകം വെച്ചാൽ എന്ത് പാക്ക് മുഖത്ത് നന്നായിട്ട് പിടിക്കുക. പക്ഷേ കഴുത്തിൽ പിടിക്കണമെങ്കിൽ കുറച്ച് താമസം പിടിക്കട്ടോ. അത് ചിലരുടെ സ്കിന്നിനുള്ള പ്രശ്നം തന്നെയാണ്. ചില ആൾക്കാർക്ക് എന്ത് പാക്ക് തേച്ചാലും അങ്ങനെ പെട്ടെന്ന് പിടിക്കില്ല കേട്ടോ. ചില ആൾക്ക് പെട്ടെന്ന് അതിൻ്റെ സ്കിന്നും പെട്ടെന്ന് റിസൾട്ട് മനസ്സിലാവും. ചില ആൾക്ക് കുറച്ച് താമസം ഉണ്ടാവും, ഒരാഴ്ച താമസം ഉണ്ടാവും. ചില ആൾക്കാർക്ക് 1 മാസം താമസം ഉണ്ടാവും, ഒരുപാട് താമസം. അതുപോലെ തന്നെ മുടി വളർച്ച തന്നെ കേട്ടോ. മുടി പെട്ടെന്ന് അങ്ങ് വളരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചില ആൾക്കാർക്ക് മുടി വളരാൻ ഭയങ്കര താമസമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് അതൊക്കെ നമ്മുടെ സ്കിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ എല്ലാവരും ഒരേപോലെ ആകണമെന്നില്ലല്ലോ. അപ്പോൾ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുന്നത് കണ്ടോ. നെറ്റിയിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നെറ്റിയിൽ ആ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേഗം തന്നെ കുറയും കേട്ടോ. ഇപ്പം മുഖത്ത് ഇപ്പം നമ്മളിപ്പോൾ വെയിലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ കറുത്ത് കരുവാളിച്ചു നമ്മൾ പറഞ്ഞു. അതിന് നമുക്ക് തൈര് നല്ലതാണേ. തൈരിന് ഇപ്പം എല്ലാവർക്കും പിടിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാ പാക്കും എല്ലാവർക്കും പിടിക്കണമെന്നില്ല. ഇപ്പോൾ തൈര് പിടിക്കാത്തവർ ഇതൊന്ന് കറ്റാർവാഴയുടെ ഈ പാക്കൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ. നല്ല സൂപ്പറാണ്. ഇപ്പോൾ ചെറുനാരങ്ങ തേച്ചുകൊണ്ടാണ് ഞാൻ കണ്ണിൻ്റെ സൈഡ് തേക്കാത്തത്. ഇപ്പോൾ തേനും കറ്റാർവാഴ ജെല്ലും മാത്രം തേക്കുവാണെങ്കിൽ ഞാൻ കണ്ണിൻ്റെ സൈഡിലൊക്കെ അങ്ങ് തേച്ച് കൊടുത്തതിനായിരുന്നു കേട്ടോ. ചെറുനാരങ്ങ ഏതാണ്ട് ഒരു ചെറിയൊരു നീറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കഴുത്തിലെ കറുപ്പൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ലോണം അങ്ങ് തേച്ചെടുപ്പിച്ചിട്ടുണ്ട്. തേക്കുന്നതനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു മസാജ് പോലെ കണ്ടോ, ഇങ്ങനെ മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കണം. സ്കിൻ നന്നായിട്ട് അങ്ങ് അബ്സോർബ് ആകും. 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങ് ചെയ്യണം കേട്ടോ. തീരാറായി കണ്ടില്ലേ. ഞാൻ പറയില്ല, നമുക്ക് ആവശ്യത്തിലുള്ള മാത്രം അങ്ങ് എടുത്താൽ മതി. വേണമെങ്കിൽ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും കയ്യിലും തേക്കണമെന്നും പോകില്ല. ഞാൻ എൻ്റെ മുഖത്തും കഴുത്തിലും മാത്രമേ തേക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ തേച്ചാൽ മതി. പക്ഷെ ഞാനിങ്ങനെ നീരങ്ങ് അബ്സോർബ് ആവാൻ വേണ്ടി ഇങ്ങനെ തേക്കണതേ. അപ്പം ഇച്ചിരി കൂടിയുണ്ട് കണ്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അതതിൻ്റെ ഒന്നും കൂടി അങ്ങ് തേച്ച് ഇങ്ങനെ അങ്ങ് കൊടുക്കും കേട്ടോ. അപ്പം നമുക്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞത്. നല്ലോണം തേച്ചങ്ങ് മുഖത്ത് തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയേ. അപ്പം
ഇച്ചിരി കൂടി ഉണ്ട്, അതും കൂടി ഞാൻ മുഖത്ത് തേച്ച് പിടിപ്പിക്കട്ടെ. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞേ, കണ്ടില്ലേ, തേൻ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഒത്തിരി അങ്ങ് ഡ്രൈ ആവാത്തത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് തുടച്ചങ്ങ് മാറ്റാം. വായിക്കാത്ത ഉപ്പും കയ്പും മധുരം വരുന്നുണ്ട് കേട്ടോ. കറ്റാർ വാഴയ്ക്ക് ഒരു കയ്പുണ്ടല്ലോ, പിന്നെ തേനിൻ്റെ മധുരം, ചെറുനാരങ്ങയുടെ പുളിപ്പ്, 3 തരം ടേസ്റ്റാട്ടോ വായിലോട്ട് അങ്ങ് ഒഴുകി എത്തണത്. ഞാൻ മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് പോകുന്നു. അപ്പം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. മുഖം തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. പിന്നെ മുഖത്തിലെ പാടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല വണ്ണങ്ങ് കുറയുവേ. പിന്നെ അധികം ആൾക്കാരും നമ്മൾ വെയിലൊക്കെ കൊണ്ടുവന്ന് വരില്ലേ, അപ്പോൾ മുഖം ഇങ്ങനെ കരുവാളിച്ചിരിക്കുമല്ലോ, അന്നേരം മുഖം നല്ല വൃത്തി കഴുകിയിട്ട് ഈ പാക്കങ്ങ് ഉപയോഗിക്കുമ്പം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് ആ റിസൾട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യുവേ. ഇതിപ്പോൾ എനിക്ക് കരുവാളിപ്പൊന്നും വന്നിട്ടില്ല, പിന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തന്നാണ് കേട്ടോ. എന്നാലും അടിപൊളിയാണ്. നമുക്കിത് ദിവസം നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാം കേട്ടോ. ചെറുനാരങ്ങ നീര് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചെറുനാരങ്ങ വേണ്ടാന്ന് വയ്ക്കാം. കറ്റാർവാഴ ജെല്ലും തേനും മാത്രം മതി. ഇപ്പോൾ തേനില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കറ്റാർവാഴ മാത്രം മതി. നമ്മുടെ മുഖത്ത് നല്ല വൃത്തിയിലങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് വരെ ഇരുന്ന് മുഖം കഴുകിക്കളയുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് കറ്റാർവാഴ ജെല്ല് മുഖത്ത് നല്ല വണ്ണങ്ങ് തേച്ച് പിടിപ്പിച്ച് മസാജ് പോലെ ചെയ്തിട്ട് കിടന്നങ്ങ് ഉറങ്ങുക. എന്നിട്ട് പിറ്റേ ദിവസം മുഖം നല്ല വൃത്തി കഴുകുകയാണെങ്കിൽ അടിപൊളിയാണ്. ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറയും. അതുമാത്രമല്ല കരുവാളിപ്പ് എല്ലാം മുഖത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തന്നെ കുറയാൻ ഈ ഒരു കറ്റാർവാഴ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ. കഴുത്തൊന്നും കഴിയില്ല, കഴുത്തിന് കുളിക്കാൻ നേരത്തെ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.